ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നറൂട്ടോ SD എപ്പിസോഡ് 1 പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ നെജിയാണ് കാണിക്കുന്നത്. നെജി പറയും, നീ എന്തോ പുതിയ ട്രെയിനിങ് മെത്തേഡൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞതല്ലേ, അതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ നമ്മുടെ ലീ ആണെങ്കിൽ ഒരു മരത്തിൽ പാമ്പ് പോലെ ചുറ്റിക്കറങ്ങുകയാണ്. ലീ പറയും, എന്റെ ഫ്ലെക്സിബിലിറ്റി മാസ്റ്റർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നെജി ചോദിക്കുന്നത്, ലീ, നിനക്ക് നിൻജിറ്റ്സു യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ നീ ആദ്യം ഏത് ജിറ്റ്സു ആണ് പഠിച്ചെടുക്കുക? അപ്പോൾ തന്നെ നമ്മുടെ ലീ പറയും, എനിക്ക് നിൻജിറ്റ്സു യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ ഞാൻ ആദ്യം നറൂട്ടോയെ പോലെ സെക്സി ജിറ്റ്സു ആണ് പഠിക്കുക. അതിനുശേഷം ഷാഡോ ക്ലോൺ ജിറ്റ്സു പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. എന്നാൽ എനിക്ക് നിൻജിറ്റ്സുവിന്റെ ഒന്നും ആവശ്യമില്ല. നിൻജിറ്റ്സു ഇല്ലാതെ ഒരു നിഞ്ചയായി മാറും, അതാണ് എന്റെ ലക്ഷ്യം. അപ്പോഴാണ് ഇവരുടെ അടുത്ത് നമ്മുടെ ടെൻഡൻ വരുന്നത്. ടെൻഡൻ പറയും, നമുക്ക് പുതിയൊരു മിഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു വലിയ പണക്കാരുണ്ട്, അവർക്കാണ് നമ്മൾ ഈ ഒരു മിഷൻ ചെയ്തു കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഒരു ഫുഡ് അവർക്ക് വാങ്ങിക്കൊടുക്കണം. എന്നാൽ ആ ഫുഡ് ആണെങ്കിൽ പെട്ടെന്നൊന്നും കിട്ടുകയുമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ഫുഡ് വാങ്ങി അവർക്ക് കൊടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ നെജി ആണെങ്കിൽ, നമ്മൾക്ക് എന്താ ഇങ്ങനെയുള്ള മിഷൻസ് ഒക്കെ കിട്ടുന്നത്, എന്തെങ്കിലും നല്ലൊരു മിഷൻസ് ഒക്കെ ഇവർക്ക് തന്നൂടെ? അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ലീ പറയും, നീ അങ്ങനെ പറയരുത്, നമുക്ക് എന്ത് തന്നാലും അത് മിഷനാണ്, അത് നമ്മൾ ഒരു കൈ നോക്കണം. എന്നാൽ ഇതേ സമയം നമ്മുടെ ലീ ആണെങ്കിൽ ആ ഒരു മരത്തിന് ചുറ്റും കറങ്ങുന്നില്ലേ, അത് കണ്ട് നമ്മുടെ ടെൻഡനും ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത സീനാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ 3 പേരും ആ ഒരു ഫുഡ് കിട്ടുന്ന കടയുടെ മുന്നിൽ എത്തിയിട്ടുണ്ടാകും. അപ്പോഴതാ വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും. ഇത് മറ്റൊന്നുമല്ല, ആ ഒരു ഫുഡ് വാങ്ങാൻ വേണ്ടി ആ ഒരു കടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ ഒരു ക്യൂ കണ്ടപ്പോൾ തന്നെ 3 പേരുടെയും കിളി പോകും. അങ്ങനെ ഇതിൽ അവസാനം ഒരു ടോക്കൺ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു ടോക്കൺ എടുത്താൽ മാത്രമേ ഫുഡ് വാങ്ങാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇതറിഞ്ഞ ലീ ആണെങ്കിൽ ഓടിപ്പോയി ആ ഒരു ടോക്കൺ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴതാ അതേ ടോക്കൺ വാങ്ങാൻ വേണ്ടി മറ്റൊരാൾ അവിടെ വരുന്നു. അതാരാണെന്ന് നോക്കിയാൽ നമ്മുടെ നറൂട്ടോ ഉസുമാക്കി. നറൂട്ടോ ഉസുമാക്കി ഇവിടെ വന്നപ്പോൾ തന്നെ അവന് ചെറിയൊരു ഇൻട്രോയും കൊടുക്കുന്നു. ഇവനാണ് നറൂട്ടോ ഉസുമാക്കി. ഇവൻ ഭയങ്കര പവർഫുൾ ആണ്, കൂടാതെ നെവർ ഗിവ് അപ്പ്. ലീയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നറൂട്ടോയേക്കാൾ പവർഫുൾ ആകണം. ഈ ഒരു സീരീസിൽ നമ്മുടെ നറൂട്ടോ അല്ല, ലീ ആണ് ഹീറോ. അങ്ങനെ നമ്മുടെ ലീ നറൂട്ടോയോട് ചോദിക്കും, നിനക്ക് ഈ ടോക്കൺ വേണോ? നറൂട്ടോ പറയും, എനിക്ക് വേണം, കാരണം ഒരു മിഷൻ ഉണ്ട്, അതിന് പോകുന്ന സമയത്ത് എനിക്ക് എന്തായാലും വിശക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് വാങ്ങാൻ വന്നത്. അങ്ങനെ നറൂട്ടോയും ലീയോട് ചോദിക്കും, നിനക്ക് ഈ ഫുഡ് വേണോ? അപ്പോൾ ലീയും പറയും, വേണം. അങ്ങനെ ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, നറൂട്ടോ ഒരു നല്ലവനാണ്, എനിക്ക് തോന്നുന്നത് അവനാണ് ഈ ഒരു ടോക്കൺ കിട്ടേണ്ടത്. പക്ഷെ ഞാൻ മിഷനിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇതേ സമയം നമ്മുടെ നറൂട്ടോയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ലീ ഒരു നല്ലവനാണ്. പക്ഷേ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണിൽ തീയൊക്കെ വന്ന് രണ്ടുപേരും ആ ഒരു ടോക്കണിൽ പിടിച്ചു. ലീ ആണെങ്കിൽ എനിക്ക് ഈ ടോക്കൺ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ചാണ് ഉള്ളത്. അങ്ങനെ അവസാനം ഇവർക്കിടയിൽ ഒരു മത്സരം വെക്കുന്നു. അതായത് ഈ ഒരു ടോക്കൺ ദൂരെയുള്ള ഒരു മരത്തിന്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ടാകും. അതാരാണോ ഫസ്റ്റ് എടുക്കുന്നത് അവരാണ് വിന്നർ. ഈ സമയം നമ്മുടെ നെജി ലീയോട് പറയും, ലീ, നറൂട്ടോക്ക് സ്പീഡ് കൂടുതലാണ്, നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുമോ? അതുപോലെ ടെൻഡനും പറയുന്നുണ്ട്, ലീ, നറൂട്ടോ നീ കരുതുന്നത് പോലെയല്ല, അവൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. കൂടാതെ ടെൻഡൻ ആണെങ്കിൽ, നറൂട്ടോയ്ക്ക് തീരെ ബുദ്ധിയില്ല, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തു കളയുന്നൊക്കെ നറൂട്ടോയെ ഇൻസൾട്ട് ചെയ്തിട്ടും പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ദേഷ്യത്തിൽ, ഹേയ് ടെൻഡൻ, നീ എന്താണ് എന്നെ പൊട്ടനാക്കുകയാണോ? നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിന്നും നീ ഇങ്ങനെയൊക്കെ പറയും? അങ്ങനെ ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ മനസ്സിൽ പറയും, നമ്മൾ എത്രയൊക്കെ പ്രോപ്പറായി ട്രെയിനിങ് എടുത്താലും നറൂട്ടോയെ തോൽപ്പിക്കാൻ കുറച്ച് പണിയാണ്. അവൻ യൂസ് ചെയ്യുന്ന ജുട്സു ഒക്കെ ഡേഞ്ചർ ആണ്, പല വലിയ വില്ലന്മാരുടെ കൂടെയും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇവരുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ റെഡി ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും നോക്കിക്കൊണ്ട് ഓടാൻ വേണ്ടി തുടങ്ങും. ലീ ആണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞ് മരത്തിന്റെ മുകളിലേക്ക് ഓടി ചാടും. ഇത് കണ്ട് നമ്മുടെ നറൂട്ടോയും മരത്തിൽ ചാടുമ്പോഴതാ ആ ഒരു കമ്പ് പൊട്ടി താഴെ വീഴും. അങ്ങനെ ഇത് കണ്ട് ലീ പറയും, സ്ട്രെങ്ത് മാത്രം ഉണ്ടായാൽ പോരാ, ലെഗ് കൂടി വേണം. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ നറൂട്ടോ, അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് സെക്സി ജിറ്റ്സു യൂസ് ചെയ്യും. എന്നാൽ നമ്മുടെ റോക്ക്ലി ഇതിലൊന്നും മയങ്ങി വീഴില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴതാ നമ്മുടെ റോക്ക്ലി ആ ഒരു ജുറ്റ്സുവിൽ മയങ്ങി തലയിടിച്ച് കറങ്ങാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇത് കാണുന്ന നെജി പറയും, എനിക്ക് അപ്പോഴേ അറിയാം, നിൻജിറ്റ്സു യൂസ് ചെയ്യുന്നത് കൊണ്ട് അവനാണ് കൂടുതൽ അഡ്വാൻറ്റേജ്, അതുകൊണ്ട് എന്തായാലും നറൂട്ടോ ജയിക്കും. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ദേഷ്യത്തിൽ, നീ ആരുടെ സൈഡാണ്, നറൂട്ടോയുടെ ഭാഗത്താണോ? എന്നാൽ ഇതേ സമയം നമ്മുടെ ലീയെ നോക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ മരത്തിലിടിച്ച് താഴേക്ക് വീണിട്ടുണ്ടാകും. ഈ സമയം നറൂട്ടോ, എന്നാൽ പിന്നെ ശരിയെന്ന്
എന്ന് പറഞ്ഞ് മുൻപിലോട്ട് ഓടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ലീ എഴുന്നേറ്റ് പറയും, സെക്സി ജുട്സു കൗണ്ടർ ചെയ്യാൻ എന്റെ കയ്യിലും സെക്സി ജുട്സു ഉണ്ട്. അങ്ങനെ ഇത് കേട്ട് ടെൻഡൻ പറയും, നറൂട്ടോ ഇപ്പോഴല്ലേ സെക്സി ജുട്സു യൂസ് ചെയ്തേ, അപ്പോഴേക്കും ലീ അത് കോപ്പി ചെയ്തോ. അപ്പോൾ ഈ സമയമാണെങ്കിൽ നമ്മുടെ ലീ സെക്സി ജുട്സു എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതാ ലീ ആണെങ്കിൽ ആ ഒരു ലേഡി സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഇത് കണ്ട് ടെൻഡൻ ആണെങ്കിൽ, എടാ ഇതാണോ നിന്റെ സെക്സി ജുട്സു മണ്ട? ഇതൊന്നും കണ്ട് നമ്മുടെ നറൂട്ടോ മയങ്ങില്ല. എന്നാൽ നമ്മുടെ നെജി ആണെങ്കിൽ ഷോക്കായിട്ട്, ലീ നീ എപ്പോഴാണ് ഇതൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയത്? ഇത് കേട്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ, നെജി നീയും ഇപ്പോൾ ലീയെ പോലെ ആകുന്നുണ്ടല്ലോ. എന്നാൽ കോമഡി എന്തെന്നാൽ ലീയുടെ ആ ഒരു സെക്സി ജുട്സു കണ്ട് കൺട്രോൾ പോയി നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ താഴെ വീഴുന്നു. നറൂട്ടോ പറയും, ഞാൻ സമ്മതിച്ചു, നിന്റെ ഉള്ളിൽ കഴിവുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ഷോക്കായി, ഗൈസ് നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്നാൽ നമ്മുടെ ലീ ആണെങ്കിൽ ഒട്ടും സമയം കളയാതെ എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞ് മുകളിലോട്ട് ഓടാൻ വേണ്ടി തുടങ്ങും. എന്നാൽ നറൂട്ടോ ആണെങ്കിൽ ഞാനതിന് സമ്മതിച്ചാലല്ലേ എന്ന് പറഞ്ഞ് നറൂട്ടോ തന്റെ ഷാഡോ ക്ലോൺസ് യൂസ് ചെയ്ത് ഒരുപാട് ഷാഡോ ക്ലോൺസിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഷാഡോ ക്ലോൺസ് ഒക്കെ പതിയെ വാമപ്പ് ചെയ്ത് ലീ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇത് കണ്ട് ലീ ആണെങ്കിൽ, നിനക്ക് മാത്രമാണോ, എനിക്കും ഷാഡോ ക്ലോൺസ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ലീയും ഇവിടെ ഷാഡോ ക്ലോൺ ജുട്സു എന്ന് പറഞ്ഞ് സ്പീഡിൽ ഓടാൻ വേണ്ടി തുടങ്ങും. ലീ ഇവിടെ സ്പീഡിൽ ഓടുന്ന സമയത്ത് ലീയുടെ കുറച്ച് രൂപങ്ങൾ വരും. അതാണ് ലീയുടെ ഷാഡോ ക്ലോൺ ജുട്സു. ഇത് കണ്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ, ഡേയ് ഇതാണോ നിന്റെ ഷാഡോ ക്ലോൺ ജുട്സു? നീ വേഗത്തിൽ ഓടുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ, ഇത് ശരിയാകില്ല, എന്റെ രണ്ട് ജുട്സും കമ്പൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ സെക്സി ജുട്സും ഷാഡോ ക്ലോൺ ജുട്സും മിക്സ് ചെയ്യാൻ തുടങ്ങും. ഇത് കണ്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ഷോക്കായി, ദൈവമേ ഇങ്ങനൊരു മണ്ടനെയാണല്ലോ എനിക്ക് ടീമേറ്റ് ആയി കിട്ടിയത്. അങ്ങനെ നമ്മുടെ ലീ ആണെങ്കിൽ കറങ്ങി ജമ്പ് ചെയ്ത് ആ ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി നോക്കും. തന്റെ പുറകിലായിട്ട് നറൂട്ടോയുടെ ഒരുപാട് ഷാഡോ ക്ലോൺസും വരും. അങ്ങനെ നമ്മുടെ ലീ അവരെയൊക്കെ അടിച്ചിട്ട് ആ ഒരു ടോക്കൺ എടുക്കാൻ പോകുമ്പോഴതാ നറൂട്ടോ പെട്ടെന്ന് വന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് അവിടെ നിന്നും ആ ഒരു ടോക്കൺ എടുക്കുന്നു. നറൂട്ടോ പറയും, ഞാൻ ജയിച്ചു, ഈ ഒരു ടോക്കൺ ഇനി എനിക്ക് സ്വന്തം. അപ്പോൾ ലീ, എനിക്കറിയാം നറൂട്ടോ നീ എന്നേക്കാൾ സ്ട്രോങ്ങർ ആണ്, ഞാൻ തോറ്റു. ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ ടെൻഡനെയും നെജിയെ നോക്കുമ്പോൾ രണ്ടുപേരും സാഡായിട്ടാണ് ഉള്ളത്. അങ്ങനെ അവസാനം ലീ ആണെങ്കിൽ, ഇല്ല ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് മറ്റൊരു സീൻ ഇവിടെ കാണിക്കുന്നു. അതായത് ലീ ഇവിടെ ഒരു മദറായിട്ടും ടെൻഡൻ ചെറിയൊരു വാവയായിട്ടും നെജി ആണെങ്കിൽ ചെറിയൊരു കുട്ടി പെണ്ണായിട്ടുമാണ് ഇവിടെ ഉള്ളത്. ഈ സമയം നമ്മുടെ നെജി ആണെങ്കിൽ, ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ, എന്തു പറ്റി നെജിക്കോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ നെജിക്കോ പറയും, അമ്മ എനിക്ക് ഈ ഹോംവർക്ക് വളരെ കഷ്ടമായിട്ടാണ് ഉള്ളത്, എനിക്കിതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ലീ പറയുന്നത്, നെജിക്കോ നിനക്കൊരു സുന്ദരിയായിട്ടുള്ള അനിയത്തിയുണ്ട്, കൂടാതെ ഈ ഒരു കുടുംബത്തിൽ മൂത്ത പെൺകുട്ടി നീയാണ്. ഇനി നീയാണ് ഈ ഒരു കുടുംബം നോക്കേണ്ടത്, നീ പഠിച്ച് ഒരു വലിയ ആളാകണം. ഈ സമയം നമ്മുടെ ലീയമ്മ മനസ്സിൽ പറയും, നെജിക്കോ ഒരു പെണ്ണായി ജനിച്ചതിൽ എനിക്ക് സന്തോഷമാണ്, എന്നാൽ അവൾ എല്ലാ കാര്യത്തിലും ഗിവ് അപ്പ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അവളുടെ ഫാദറിൽ നിന്നാണ് അവൾക്കിത് കിട്ടിയത്. അങ്ങനെ ഇവരുടെ ഫാദർ ആരാണെന്ന് നോക്കിയാലോ, നമ്മുടെ മൈക്ക് ഗൈ, ആളിപ്പോൾ മരിച്ചിട്ടാണുള്ളത്. അങ്ങനെ നമ്മുടെ നെജിക്കോ പിന്നെയും പറയും, ലീ അമ്മ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എൻ്റെ ക്ലാസ്സിൽ സാക്കുറ എന്നൊരു പെൺകുട്ടിയുണ്ട്, അവൾ എപ്പോഴും ഒരു പ്രത്യേക ഫുഡ് കൊണ്ടുവരും, നല്ല ടേസ്റ്റാണ് അതിന്, ക്ലാസ്സിലുള്ള എല്ലാവരും അത് കഴിച്ചിട്ടുണ്ട്, എനിക്കും അത് വേണം. അങ്ങനെ അതിനുശേഷം നമ്മുടെ നെജിക്കോയും ടെൻഡനും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ലീ അമ്മയാണെങ്കിൽ കൂട്ടിവെച്ച പൈസയൊക്കെ ചേർത്ത് അതെങ്ങനെയെങ്കിലും വാങ്ങണം എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, ഇത്രയും സമയം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ സമയം നമ്മുടെ ടെൻഡൻ പറയും, നീ എന്താണ് എന്നെ കുട്ടിയാക്കി മാറ്റിയത്? അങ്ങനെ ലീ ഇവിടെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമ്മൾ ഇങ്ങനൊരു സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നറൂട്ടോ അത് കണ്ട് കണ്ണ് കലങ്ങി നമുക്ക് ആ ഒരു ടോക്കൺ തിരിച്ചു കൊണ്ടുതരും, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ, ഈ കോപ്രായങ്ങൾക്കൊന്നും നമ്മുടെ നറൂട്ടോ വീഴാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ അത് ആ തൊട്ടടുത്ത് നിന്നും കരയാൻ തുടങ്ങുന്നു. നറൂട്ടോ ആണെങ്കിൽ ലീയുടെ അടുത്തേക്ക് പോയി, നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി, നിന്റെ പെണ്ണ് നെജിക്കോക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഇതാ ഈ ടോക്കൺ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ ഞാൻ ഈ മത്സരത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇത് കണ്ട് ലീ പറയും, നറൂട്ടോക്ക് ഒരു വലിയ മനസ്സുണ്ട്. അങ്ങനെ ഇത് കണ്ട് ടെൻഡൻ ആണെങ്കിൽ, എന്തായാലും നീ ജയിച്ചില്ലേ, അത് മതി. എന്നാൽ ലീ ഇവിടെ പിന്നെയും പറയും, ടോക്കൺ വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ ജയിച്ചു, എന്നാൽ ഒരു നിഞ്ചിയായിടത്തോളം ഞാൻ ഇവിടെ തോൽക്കുകയാണ് ചെയ്തത്, അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ നറൂട്ടോയെ തോൽപ്പിക്കും. അങ്ങനെ ഇവർ 3 പേരും ആ ഒരു ടോക്കണൊക്കെ എടുത്ത് ആ ഒരു ഫുഡ് സ്റ്റോറിന്റെ മുന്നിൽ എത്തുമ്പോഴതാ ആ ഒരു കടയൊക്കെ പൂട്ടി പോകാൻ വേണ്ടി നിൽക്കുന്നു. അതായത് അവർ പറയും, ലാസ്റ്റ് ടോക്കൺ വരാത്തത് കൊണ്ട് അവിടെയുള്ള ഒരാൾക്ക് ഈ ഒരു ഫുഡ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർക്ക് ടോക്കൺ കിട്ടിയാലും അവസാനം ഈ ഒരു മിഷൻ ഫെയിൽ ആകുന്നു. അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് 1 അവസാനിക്കുന്നു. അപ്പോൾ എപ്പിസോഡ് 2 പിന്നെ വരാം.